നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക വികസനത്തിന് ശക്തമായ പിന്തുണ നൽകുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ മൃഗസംരക്ഷണ മേഖല. കേരളത്തിൽ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പാണ്. മൃഗസംരക്ഷണ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്നത് കേരളത്തിലെമ്പാടുമായി പ്രവർത്തിക്കുന്ന മൃഗസേവന കേന്ദ്രങ്ങളിലൂടെയാണ്. നമ്മുടെ നാട്ടിലെമ്പാടുമുള്ള മൃഗാശുപത്രികൾ, ICDP ഉപകേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകുന്ന മികച്ച പരിശീലന കേന്ദ്രങ്ങൾ, കർഷകർക്ക് പശുക്കുട്ടികളെയും ആട്ടിൻകുട്ടികളെയും പന്നിൻകുട്ടികളെയും ഒക്കെ ലഭ്യമാക്കുന്ന വിവിധ ഇനത്തിലുള്ള ഫാമുകൾ, അതുപോലെ രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വെറ്ററിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, സുശക്തമായിട്ടുള്ള രോഗ അന്വേഷണ വിഭാഗം, ഇതിൻ്റെയൊക്കെ കേന്ദ്രങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും സംഘടിപ്പിച്ചിട്ടുണ്ട്. മികവിൻ്റെ കേന്ദ്രങ്ങളായ ഇത്തരം സ്ഥാപനങ്ങളെ സാധാരണക്കാരായ കർഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനായി ഞങ്ങളൊരു ദൃശ്യ പരമ്പരയ്ക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. മൃഗസംരക്ഷണത്തിലെ സുവർണ മുദ്രകൾ എന്ന ഈ ദൃശ്യ പരമ്പര അങ്ങേയറ്റം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന സമുദ്ര ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മാംസ ഉൽപ്പന്നങ്ങളും കർശനമായ ഗുണനിലവാര പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വിദേശ വിപണിയിൽ അത് സ്വീകാര്യമാകുകയുള്ളൂ. ഇത്തരത്തിലുള്ള ആ ഗുണനിലവാര പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് മൃഗസംരക്ഷണ വകുപ്പ് എറണാകുളം ജില്ലയിലെ മരടിൽ ഒരു ലബോറട്ടറി സ്ഥാപിച്ചിട്ടുണ്ട്. സമുദ്ര ഉൽപ്പന്ന മൃഗ ഉൽപ്പന്ന പരിശോധന ലബോറട്ടറി. ഏഷ്യൻ നിലവാരത്തിലുള്ള ഈ ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെടുന്നു. നഗരത്തിന്റെ നിത്യപ്രയാണങ്ങൾ. കൊച്ചി അറബിക്കടലിന്റെ റാണി മാത്രമല്ല, കേരളത്തിലെ തിരക്കേറിയ പട്ടണം തന്നെ. കൊച്ചിയിലെ മരട് ഇന്ന് അന്താരാഷ്ട്ര പ്രസിദ്ധി നേടിയ ഇടമാണ്. നമ്മുടെ നാട്ടിൽ നിന്നും കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾ, അത് മീനായാലും പച്ചക്കറിയായാലും പഴമായാലും എല്ലാം കടൽ കടക്കണമെങ്കിൽ കടമ്പകളുണ്ട്. വിദേശ വിപണിയിൽ അവ ഇറക്കി വെക്കണമെങ്കിൽ എല്ലാവിധ സൂക്ഷ്മ പരിശോധനകളുടെയും സാക്ഷ്യപത്രം വേണം. കഴിക്കുന്നത് ആഹാരമാണെങ്കിൽ അത് ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവേണം. എന്നാൽ ഉറപ്പ് സമ്പാദിക്കുക എളുപ്പമല്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പരിശോധനാ കേന്ദ്രത്തിന്റെ പ്രസക്തി അവിടെയാണ്. എറണാകുളത്തെ മരടിന്റെ കാർഷിക മൊത്തവ്യാപാര വിപണിയുടെ ക്യാമ്പസ് ശ്രദ്ധേയമാകുന്നത് അങ്ങനെയാണ്. അവിടെ ഇന്ത്യയ്ക്കു തന്നെ അഭിമാനിക്കാൻ തക്ക തരത്തിൽ സംസ്ഥാനത്തിന്റെ ഏക സമുദ്രോൽപ്പന്ന കയറ്റുമതി ലബോറട്ടറി സജ്ജമാണിന്ന് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ. ആയിരത്തി 1982 മരട് ലാബിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതും ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നതുമായ ജന്തുജന്യ സമുദ്രോൽപ്പന്നങ്ങളുടെ പരിശോധനകൾക്കും സാക്ഷ്യപ്പെടുത്തലുകൾക്കും ഇതോടെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വന്നു. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത അത്യന്താധുനിക സാങ്കേതിക ഉപകരണങ്ങളാണ് മരട് ലാബിലുള്ളത്. ഇതൊക്കെ സൂക്ഷ്മമായി ഉപയോഗിക്കാൻ പ്രത്യേക പരിശീലനം സിദ്ധിച്ച ശാസ്ത്രജ്ഞന്മാരുടെ സേവനവുമുണ്ട്.
കേന്ദ്ര ഫിഷറീസ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൺസൾട്ടൻസിയിലാണ് ലാബിന്റെ പ്രവർത്തനം. സാങ്കേതികമായി 3 വിഭാഗങ്ങളിലായാണ് ലാബ് പ്രവർത്തിക്കുന്നത്: മോളിക്യുലാർ ബയോളജി, മൈക്രോബയോളജി, കെമിസ്ട്രി എന്നിങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളെ ക്രോഡീകരിക്കുന്നത് സ്ഥാപന മേധാവിയായ ലൈഫ് സ്റ്റോക്ക് പ്രോഡക്ട്സ് ഇൻസ്പെക്ടിംഗ് ഓഫീസറാണ്. കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന മാംസോൽപ്പന്നങ്ങളും മറ്റ് സമുദ്രോൽപ്പന്നങ്ങളും പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി 1982 കേരള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. കഴിഞ്ഞ വർഷം 2500ഓളം സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ഇൻ്റർനാഷണൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൽ ചെയ്യാൻ പറ്റുന്ന ഏത് ടെസ്റ്റും ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പ്രാപ്തമായിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളിലെ മായം സർവ്വസാധാരണമായ ഇക്കാലത്ത് അവ മണിക്കൂറുകൾക്കകം കണ്ടുപിടിക്കാൻ കഴിയുന്ന ലാബിന്റെ പ്രസക്തി എടുത്തു പറയേണ്ടതില്ല. വെള്ളത്തിലായാലും ആഹാരത്തിലായാലും വിഷബാധയും മായവും രാസവസ്തുക്കളും കീടനാശിനിയുമൊക്കെ ഞൊടിയിടയിൽ കണ്ടുപിടിക്കപ്പെടുന്നത് ഏവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെ. സുരക്ഷിതമായ ഭക്ഷണം പ്രതീക്ഷിക്കുന്നവർക്ക് ലാബ് നൽകുന്ന സേവനം ചില്ലറയൊന്നുമല്ല. അതിൽ HPLC ഉണ്ട്, GC ഉണ്ട്, ദെൻ ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉണ്ട്, ദെൻ ഓട്ടോമാറ്റഡ് പത്തജൻ ഡിറ്റക്ഷൻ സിസ്റ്റം, PCR, റിയൽ ടൈം PCR, പെസ്റ്റിസൈഡ് റെസിഡ്യൂ മോണിറ്ററിംഗ് സിസ്റ്റം, ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ മോണിറ്ററിംഗ് സിസ്റ്റം, അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറിക്ക് വേണ്ട എല്ലാ ആധുനിക സൗകര്യങ്ങളും ഈ ലാബിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സംസ്കരിച്ചതും അല്ലാത്തതുമായ ഭക്ഷ്യവസ്തുക്കളിലെ ജൈവ വിഷാംശങ്ങളാണ് മോളിക്യുലാർ ലാബിൽ പ്രധാനമായും പരിശോധിക്കുക. ഏതിനം മാംസമാണെന്ന് കണ്ടുപിടിക്കാനും മാംസത്തിന്റെ പഴക്കം പരിശോധിക്കാനും ഇവിടെ സൗകര്യങ്ങളുണ്ട്. സാധാരണ കൺവെൻഷണൽ മൈക്രോബയോളജി മെത്തേഡ്സ് ചെയ്യുമ്പോൾ 4 തൊട്ട് 5 ദിവസം വരെയാണ് ഇതിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നോർമൽ മോളിക്കുലർ ബയോളജി ടെക്നിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് 1 തൊട്ട് 2 ദിവസം വരെ പരിമിതപ്പെടുത്താവുന്നതാണ്. സാധാരണ മോളിക്കുലർ ബയോളജിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നോർമലി ട്രഡീഷണൽ മെത്തേഡിൽ പ്രോസസ്സ് ചെയ്യുന്ന സാമ്പിൾ തൊട്ട് നമുക്ക് അതിൽ നിന്ന് 6 തൊട്ട് 8 മണിക്കൂർ കഴിഞ്ഞ് ആ സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് മോളിക്കുലർ ബയോളജി ചെയ്യാവുന്നതാണ്. മോളിക്കുലർ ബയോളജിക്ക് വേണ്ടി പ്രത്യേകം ഒരു സാമ്പിളിംഗ്, ഒരു ഹാൻഡ്ലിംഗ് ആവശ്യമില്ല. വളരെ കുറച്ച് പരിമിതികൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ ട്രഡീഷണൽ മെത്തേഡിൻ്റെ തുടക്കം ചെയ്യുന്ന സാമ്പിളിംഗ് പ്രോസസ്സിങ്ങിൽ നിന്ന് തന്നെ സാമ്പിൾ മോളിക്കുലർ ബയോളജിക്ക് നിന്ന് എടുക്കാവുന്നതാണ്. സാധാരണയായി വളരെയധികം വരുന്നത് മറൈൻ പ്രോഡക്ട്സ് ആണെങ്കിലും നോർമലി അഗ്രി പ്രോഡക്ട്സ് ആയ ടീ, കോഫി, കൊക്കോ, ചോക്ലേറ്റ് അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ് നോർമലി വരുന്നത്, അല്ലെങ്കിൽ ഈവൻ കറി ലീവ്സോ അല്ലെങ്കിൽ സാധാരണ യൂസ് ചെയ്യുന്ന പച്ചക്കറികളിലോ ഇതെല്ലാം സാൽമണല്ല, വിബ്രിയോ ഇവരെല്ലാം സാധാരണയായി ചെക്ക് ചെയ്യാനും മറ്റും ഈവൻ ഈക്കോളയോ അതെല്ലാം ചെക്ക് ചെയ്യാനും മോളിക്കുലർ ബയോളജി സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ സാധാരണയായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് സാധാരണ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ലൈക്ക് ചോക്ലേറ്റ് ഇതെല്ലാത്തിലും സാൽമണല്ല സാധാരണ ചെക്ക് ചെയ്യാറുണ്ട്. ഭക്ഷ്യവിഷബാധകളിലെ വില്ലനായ സാൽമൊണല്ല ബാക്ടീരിയയെ ഒറ്റ പരിശോധനയിൽ തന്നെ കണ്ടുപിടിക്കാനുള്ള സംവിധാനവുമുണ്ട്. വലിയ മത്സ്യങ്ങളുടെയും കണവ മത്സ്യങ്ങളുടെയും സാമ്പിളുകളാണ് ഇപ്പോൾ ലാബിൽ പ്രധാന പരിശോധനകൾക്കായി വരുന്നത്. സാമ്പിളുകൾ അണുവിമുക്ത ഫിൽറ്റർ ബാഗിലേക്ക് മാറ്റി പ്രത്യേക ആധുനിക ഉപകരണങ്ങളുടെ സഹായത്താൽ ഡൈജസ്റ്റ് ചെയ്ത ശേഷമാണ് കൂടുതൽ പരിശോധനകൾ നടത്തുക. ഈക്കോളി, വിബ്രിയോ, സ്റ്റെഫിലോകോക്കസ് തുടങ്ങിയ ബാക്ടീരിയകളുടെ നിർണയം 24 മണിക്കൂറിനുള്ളിൽ സാധ്യമാക്കാൻ കഴിയുന്ന തലത്തിലേക്ക്
മരട് ലാബ് പ്രശസ്തി ആർജിച്ചു കഴിഞ്ഞു. ടോട്ടൽ പ്ലേറ്റ് കൗണ്ട് ടെസ്റ്റുകളാണ് ബാക്ടീരിയ സാന്നിധ്യം മനസ്സിലാക്കാൻ നടത്തുന്നത്. കെമിസ്ട്രി ലാബാണ് മറ്റൊരു വിഭാഗം. ഭക്ഷ്യവസ്തുക്കളിലെ ലോഹ സാന്നിധ്യമാണ് പ്രധാനമായും ഇവിടെ പരിശോധിക്കുക. കീടനാശിനികളുടെ അളവും കണ്ടുപിടിക്കാൻ സൗകര്യങ്ങളുണ്ട്. കുടിവെള്ളം ശുദ്ധമാണോ എന്ന് പരിശോധിക്കാനുള്ള സൗകര്യങ്ങൾ പൊതുജനങ്ങൾ യഥേഷ്ടം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കെമിസ്ട്രി ലബോറട്ടറിയിൽ ഹെവി മെറ്റൽ എസ്റ്റിമേഷൻ, പെസ്റ്റിസൈഡ് റെസിഡ്യൂ അനാലിസിസ്, വാട്ടർ അനാലിസിസ്, total volatile based nitrogen analysis and spices for proximate analysis ഈ രീതിയിലാണ് സാമ്പിൾസ് വരുന്നത്. ഇപ്പോൾ ഇതിൽ ഹെവി മെറ്റൽ എസ്റ്റിമേഷൻ നമ്മൾ ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്ററാണ് യൂസ് ചെയ്യുന്നത്. കാഡ്മിയം, ലെഡ്, മെർക്കുറിയാണ് കൂടുതലായിട്ടും അതിൽ അനാലിസിസിന് വരുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വരുന്നത് പെസ്റ്റിസൈഡ് റെസിഡ്യൂസിൻ്റെ അനാലിസിസിനാണ്. ഷ്രിംപ് സാമ്പിൾസ് വരാറുണ്ട്. അതിൻ്റെ ഫിഷ് ക്വാളിറ്റി, അതായത് അതിൻ്റെ സ്പോയിലേജ് നോക്കാനായിട്ട് അതിന് ടോട്ടൽ വോളറ്റൈൽ ബേസ് നൈട്രജൻ ആണ് കാണുന്നത്. മൈക്രോബയോളജി ലാബും മരടിലുണ്ട്. പബ്ലിക്കിന് ഇപ്പോൾ അറിയാൻ വേണ്ടി ഇപ്പോൾ അവർ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് സേഫ് ആണോ അല്ലെന്ന് അറിയാൻ വേണ്ടി ആണ് നമ്മുടെ ഈ ഡിവിഷൻ്റെ ഏറ്റവും വലിയ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ ഈ ക്ലയൻറ്റ് ഇസ് എ കിങ് എന്നുള്ള ഇതിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ക്ലയൻറ്റിന് ഓരോ ദിവസം വളരെ വാല്യൂബിൾ ആണ്. എസ്പെഷ്യലി ത്രൂ പോർട്ട് സാധനങ്ങൾ വരുമ്പോഴും വെൻ ഇറ്റ് ഇസ് എക്സ്പോർട്ടഡ് ഓൾസോ. എസ്പെഷ്യലി കൊച്ചിൻ പോർട്ട് വഴി സാമ്പിളുകൾ വരുമ്പോൾ അവർക്ക് ഈ ഡെമറേജ് വരും ആഫ്റ്റർ എ ഫ്യൂ സ്റ്റോറേജ് പീരീഡ് കഴിഞ്ഞിട്ട്, ഫ്രീ സ്റ്റോറേജ് പീരീഡ് കഴിഞ്ഞിട്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഈ റിയൽ ടൈം PCR എന്ന് പറയുന്ന ഈ ഒരു എക്യുപ്മെൻറ്റ്. ഇതിൽ നമുക്ക് ഇന്നിപ്പോൾ ഒരു സാമ്പിൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നാളെ ഉച്ചയോടെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കൊടുക്കാൻ പറ്റും. അതാണ് അപ്പോൾ ദ ക്ലയൻറ്റ് സേവിങ് അറ്റ്ലീസ്റ്റ് 2 days. ഒരേ സാമ്പിളിൽ നിന്ന് തന്നെ മൈക്രോബയോളജിയുടെ പരിശോധനകളും നടക്കും. ഞങ്ങളിപ്പോൾ ഒരു NABL അക്രഡിറ്റേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതിൻ്റെ പകുതി ആയിക്കഴിഞ്ഞു. NABL അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അവർ കുറേ സ്റ്റാൻഡേർഡ്സ് വളരെ സുതാര്യമായ രീതിയിൽ ഇവിടെ തരുന്ന സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അതിൽ യാതൊരുവിധ മാനിപ്പുലേഷനും സാധിക്കാത്ത രീതിയിൽ സാമ്പിൾ കിട്ടുന്ന മുതൽ റിസൾട്ട് പുറത്തു വരുന്നവരെ അവർ പറയുന്ന സ്റ്റാൻഡേർഡ്, അതായത് അതിന് കോഡ്, ഒരു സാമ്പിൾ ലഭിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു കോഡ് കൊടുക്കും. ആ കോഡാണ് ശരിക്കും പറഞ്ഞാൽ ലബോറട്ടറിയിലേക്ക് പോകുന്നത്. NABL അക്രഡിറ്റേഷൻ കൂടി കിട്ടുന്നതോടെ മരട് ലാബ് രാജ്യാന്തര പ്രശസ്തിയിലേക്ക് ഉയരും. കേരളത്തിന്റെ മറ്റൊരു അഭിമാന സൗധം കൂടി അങ്ങനെ കൊച്ചിയിൽ തല ഉയർത്തും.